ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സ്വതന്ത്രശീലം ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾക്കും സുഹൃത്ത് ബന്ധങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുള്ള അസാമാന്യമായിട്ടുള്ള ബുദ്ധി കൂർമ്മതയുള്ളവരായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാരിൽ ഫെബ്രുവരി മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും വിശേഷിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഈ സമയത്ത് എന്തൊക്കെ പ്രതിസന്ധികളും തടസ്സങ്ങളും വന്നാൽ പോലും തളർച്ച കൂടാതെ ബുദ്ധിബലത്തോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. പ്രത്യേകിച്ച് ഈ സമയത്ത് തൊഴിൽ മേഖലകളിലായാലും കർമ്മ മേഖലകളിലായാലും സമ്മർദ്ദങ്ങളും വിഷമാവസ്ഥകളും വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിലോ 12ാം ഭാവമായിട്ടുള്ള ദുരിത സ്ഥാനത്ത് നിൽക്കുന്നതും നിവൃത്തിനാഥനായിരിക്കുന്ന ശനിയാണെങ്കിൽ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് ഈ ശനിയുടേതായ ദൃഷ്ടി വരുന്നത് കൊണ്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ശ്രദ്ധയും ജാഗ്രതയും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. വിശേഷിച്ച് കർമ്മ മേഖലകളിൽ നിന്ന് സമ്മർദ്ദങ്ങൾ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. അതുകൊണ്ട് കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കിക്കണ്ട് പ്രവർത്തിക്കുന്നത് വളരെയധികം നല്ലതായിട്ട് കാണുന്നു ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ. കൂടാതെ 7ാം ഭാവാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ അഷ്ടമഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ, പരസ്പരം അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ 5ാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ 12ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ഫെബ്രുവരി മാസം 11ാം തീയതി മുതൽ ഈ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനും അഷ്ടമഭാവസ്ഥിതി വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. വിശേഷിച്ച് പഠന സംബന്ധമായിട്ട് ഈ സമയത്ത് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ധനപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ 11ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്താണെങ്കിൽ ഭാഗ്യാധിപനായിരിക്കുന്ന സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് കൊണ്ടും 11ാം ഭാവാധിപതി ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ഫെബ്രുവരി മാസം 13ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് 2ാം ഭാവാധിപതിയായിരിക്കുന്ന സൂര്യനാണെങ്കിൽ അഷ്ടമഭാവത്തിലേക്ക് വരുന്നതും ഈ സൂര്യൻ അഷ്ടമഭാവത്തിൽ നിന്നുകൊണ്ട് 2ാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ട്
ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പണച്ചിലവിന് സാധ്യത വരുന്നത് കൊണ്ട് ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പൂയം നക്ഷത്രക്കാർ ഈ ഫെബ്രുവരി മാസത്തിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതായിട്ട് കാണുന്നു.